എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് സിക്കായിരുന്നു. ഇപ്പോൾ ബാക്ക് ടു വർക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് യൂസ് ചെയ്യാമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് യൂസ്ഫുൾ ആയിട്ട് ഈ കാര്യങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം. ഇന്ന് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ നമ്മൾ ഒത്തിരി റീൽസ് കാണാറുണ്ട്. എന്നിട്ട് ആ റീൽസ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തത് ഒത്തിരി വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് ലീഡ് ക്രിയേറ്റ് ചെയ്യാമെന്നും ഓർഡേഴ്സ് ഒരുപാട് കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോസ് റീൽസ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടാവും. റീൽസ് ഐഡിയ ഫോർ ക്ലോത്തിങ് ബ്രാൻഡ്, റീൽസ് ഐഡിയ ഫോർ ജ്വല്ലറി ബ്രാൻഡ്, അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ 1 മില്യൺ 2 മില്യൺസ് ഒക്കെ വ്യൂസ് കിട്ടുകയും അതിലൂടെ അവർക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി 100K ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവർ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി അതിനെ സക്സസ്ഫുൾ ആക്കുന്നതിനാണ്. ക്ലോത്തിങ് ബ്രാൻഡ്, എന്തെങ്കിലും ഒരു ബ്രാൻഡ്, ജ്വല്ലറി ബ്രാൻഡോ, ഓൾറെഡി സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ബ്രാൻഡ് തുടങ്ങി അതിനെ സക്സസ്ഫുൾ ആക്കുന്നതാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ്ഫുൾ ആയിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ തിങ് എന്ന് പറയുന്നത് റീൽസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. റീൽസ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിലൂടെ എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ നോർമലി റീൽസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. റീൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഒരു റീൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ബ്രാൻഡ്, അല്ലെങ്കിൽ അത് നമ്മുടെ കണ്ണിലേക്ക് ഫസ്റ്റ് അട്രാക്റ്റ് ആവുന്നത് അതിൻ്റെ പ്രസൻറ്റേഷൻ ആയിരിക്കും. ഇപ്പം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് നമ്മളൊരു വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് അവരതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താണ്, ഇപ്പം നമ്മൾ എത്ര ഭംഗിയുള്ളൊരു ക്ലോത്ത് ആണെങ്കിലും അത് വെറുതെ ഇങ്ങനെ ചുളിഞ്ഞ പോലെ തന്നെ അതൊട്ടും നീറ്റ് അല്ലാണ്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര സൂപ്പർ ഡിസൈൻ ആണെങ്കിൽ കൂടെ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു ബ്ലാക്ക് കളർ ഡ്രസ്സാണ്, അതിൽ സൂപ്പർബായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ആണെങ്കിൽ നമ്മളതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിനത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് മറ്റുള്ളവർ കണ്ടാൽ തന്നെ ഇത് നന്നായിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നന്നായിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന പോലെ വളരെ നീറ്റായിട്ട് ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് അത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ റീൽസ് നോക്കിയിട്ട് പോകുന്ന സമയത്ത് ആ ഒരു റീലിന് ഇത് കൊള്ളാലോ, ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 സെക്കൻഡ്, ഒരു ഫസ്റ്റത്തെ 2-3 സെക്കൻഡ് ആ നോക്കുന്ന ആളെ പിടിച്ചു നിർത്താൻ സാധിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ റീൽസ് പ്രസൻറ്റേഷൻ. ഫസ്റ്റത്തെ ഞാൻ ഈ 2-3 സെക്കൻഡിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കണ്ടാൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നണം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രസൻറ്റേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര നീറ്റായിട്ട് അത് ഫോൾഡ് ചെയ്ത് എത്ര നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്താലും ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു സൺലൈറ്റിൽ നല്ലൊരു ലൈറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം ഈ ഒരു റീൽസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ആ ഒരു പിക്ചർ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നന്നായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ പെട്ടെന്ന് ഒരു റീൽസ് എല്ലാം വന്നിട്ട് കുറച്ച് ഡാർക്ക്നെസ്, ക്ലിയർ അല്ലാത്തൊരു വ്യൂവിലൊക്കെ നമ്മൾ ഒരിക്കലും ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള സൺലൈറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഒരു വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ക്ലോത്തിൻ്റെ കാര്യങ്ങളൊക്കെ, ക്ലോത്ത് അല്ലെങ്കിൽ ജ്വല്ലറിയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടുതൽ അട്രാക്റ്റായിട്ട് തോന്നുകയും എന്താണ് ആ റീലിനകത്ത് എന്ന് കയറി നോക്കുകയും നമ്മൾ അത്യാവശ്യം ഒരു 1 to 10 സെക്കൻഡ് ആ ഒരു കസ്റ്റമറിനെ പിടിച്ചു നിർത്താൻ, ആ ഒരു കാണുന്ന ആളെ പിടിച്ചു നിർത്താൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റീലിൻ്റെ
ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീൽ എടുക്കുന്ന ആളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഇത്രയും നേരം ആ ഒരു കാണുന്ന ആളെ പിടിച്ചു നിർത്താൻ കഴിയണം. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റിയിൽ വേണം നമ്മളത് ഷൂട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ പ്രൈസിങ്, അതിൻ്റെ അവൈലബിലിറ്റി, എത്ര ദിവസം കൊണ്ട് ഡെലിവറി കിട്ടും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി ആയിട്ട് വരുന്നതാണ്. അതായത് ഫസ്റ്റ് കാണുന്ന ഒരു വിഷ്വലി അത് എത്രത്തോളം നമുക്കത് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്, വിഷ്വലി അത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് ആശ്രയിച്ചിട്ടായിരിക്കും ആ പ്രോഡക്റ്റ് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് കസ്റ്റമർ തീരുമാനിക്കുക. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ഘടകമാണ് നമ്മൾ പറഞ്ഞ ഈ പ്രൈസിങ്, ഡെലിവറി എത്ര ദിവസം എടുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു ഇത്. ചിലവർ നമ്മൾ ഒത്തിരി ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ട് 3 months കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഞാനിത് ഓർഡർ ചെയ്താൽ ഒത്തിരി ഡിലേ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ഒരു യൂസ്, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇത്ര 15 working days ആണ്, 10 working days ആണ്, 7 working days ആണ്, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മാക്സിമം ആ പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എഴുതുക. അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്താണ്, അതിൻ്റെ മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹാൻഡ് എംബ്രോയ്ഡറി ആണോ, മിഷൻ എംബ്രോയ്ഡറി ആണോ, അതിൻ്റെ കാര്യങ്ങളെല്ലാം, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, ലൈനിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം. പിന്നെ എത്ര വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക എന്നുള്ളതും അതിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വായിക്കുന്ന ആൾക്ക് നമുക്ക് റീൽ നോക്കിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീലിൽ അത്യാവശ്യം നല്ല ഒരു വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് വാട്സപ്പ് ബുക്കിംഗ് ആണെങ്കിൽ വാട്സപ്പ് ബുക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ബുക്കിങ്ങിനെന്ന് കൊടുക്കുക. അപ്പോൾ ഈ റീൽസ് മറ്റുള്ളവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് ചെയ്ത് ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്താലും ചിലവർ വീണ്ടും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇതിനെന്താണ് ഇങ്ങനെ, ഇത് എന്ത് മെറ്റീരിയലാണ്, എത്ര ലെങ്ത് ഉണ്ട്, എത്ര വിഡ്ത്ത് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ചോദിക്കാറുണ്ട് കസ്റ്റമർ എൻക്വയറിയിൽ. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർ മെസ്സേജ് അയക്കുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മൾ പിന്നെ പിറ്റേ ദിവസം അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് വരുന്ന എൻക്വയറീസിന് നമ്മൾ അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ കൂടുതൽ കസ്റ്റമറിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കാനും കസ്റ്റമർക്ക് നമ്മളോട് ഒരു ട്രസ്റ്റ് വരാനും ഒരു കാരണമാവും. നമ്മൾ റിപ്ലൈ ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഈ റീൽസ് പ്രസൻറ്റ് ചെയ്യുന്നതിൽ കൂടെ തന്നെ കസ്റ്റമർ റിവ്യൂസും കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ച കസ്റ്റമർ നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ, നല്ല ഇതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതുകൂടെ അവരുടെ മെസ്സേജോ വോയിസോ ഒക്കെ നമുക്ക് ഈ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കസ്റ്റമർ റിവ്യൂ ഉണ്ട്, നിങ്ങൾ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ പേജിൽ വന്ന് നോക്കാനും ഒരിതാവും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവരുടെ അടുത്ത് വാങ്ങിച്ചാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഇത്രയും പേര് വാങ്ങിച്ചിട്ടുണ്ട്, അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്കും വാങ്ങിക്കാം എന്നൊരു തോന്നൽ കസ്റ്റമറിൽ ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത് റീൽസ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ കസ്റ്റമറിനെ നമ്മളിലേക്ക് അടുപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.